അടുത്തത് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ്, അതായത് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കത്തില്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ സ്ട്രെസ് കമ്പോണൻസ് എല്ലാം കൂടി എന്താണ് നമ്മുടെ ട്രാക്ഷൻ കമ്പോണൻസ് ഉണ്ടല്ലോ, ഐ ജെ കെ, അതായത് ടി ഐ ടി ജെ ടി കെ എന്ന് പറയുന്ന 3 ട്രാക്ഷൻ കമ്പോണൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് പ്ലെയിൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, സീറോ വെക്ടറിന് വെക്ടർ 0i + 0k + 0i + 0j + 0k എന്ന് പറയുന്നതിന് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു 3 സെറ്റ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ്, അത് ഡെറിവേഷൻ ചെയ്യുന്നത് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ആൻ ഇൻഫിനിറ്റ്സിമലി സ്മാൾ ക്യൂബിക്കൽ എലമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേഷനിൽ അവസാനം കിട്ടുന്ന ഇക്വേഷൻ, അതിന് ഇക്വേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പോവാണ്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നതുള്ളതുകൊണ്ട്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ഇതുവരെ ചോദിച്ചൂടാകിയൊന്നുമില്ല, എന്നാലും നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് അത് ചോദിക്കാറുണ്ട്. ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. Write down the equilibrium equation and what is the concept behind the equilibrium equations applied to a body എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. അപ്പം എന്താണ്, അല്ലെങ്കിൽ what do you mean by equilibrium equation എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പം equilibrium condition എന്ന് പറഞ്ഞാൽ the condition of static equilibrium states that the sum of all the forces acting on the body is equal to 0 എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെക്കേണ്ടത്. The condition of static equilibrium states that the sum of all the forces acting on a body is equal to എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോർ ഡിറൈവിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ദ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇൻഫിനിറ്റ്സിമൽ സ്മാൾ ക്യൂബിക്കൽ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് കിട്ടും, സ്ട്രെസ്സിൻ്റെ റിലേഷൻഷിപ്പ് കിട്ടും. ആ റിലേഷൻഷിപ്പാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദ റിലേഷൻഷിപ്പ് ആക്ച്വലി എന്താണ് ഒബ്റ്റൈൻഡ് ഡ്യൂറിങ് ദ ഡെറിവേഷൻ ഈസ് എന്താണ് ലൈക്ക്, നമ്മൾ സ്ട്രെസ്സ് അറിയാമല്ലോ, സ്ട്രെസ് സെൻസർ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ട്രെസ് സെൻസറിൽ വെച്ചിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതാനങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ആ സ്ട്രെസ് സെൻസർ നോർമൽ സ്ട്രെസ്സസ് ആണ് നമുക്ക് എവിടെ വരുന്നത്, ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നത്. ഷിയർ സ്ട്രെസ്സസ് നമുക്ക് എന്ത് വരും, അതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സിൽ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. ഫസ്റ്റ് ഈ ഒരു റോ ഉണ്ടല്ലോ, ഇതിനെല്ലാം വിത്ത് റെസ്പെക്ട് എക്സ് വൈ ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഡോ എക്സ് ഓഫ് സിഗ്മ എക്സ് എക്സ് പ്ലസ് രണ്ടാമത്തെ ഇതാണ് ഡോ വൈ ഓഫ് ടോ എക്സ് വൈ പ്ലസ്, അല്ലെങ്കിൽ വൈ എക്സ് എന്ന് പറഞ്ഞാലും മതി, ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ്, ഓക്കെ, പ്ലസ് ബി എക്സ്, അതായത് ബോഡി ഫോഴ്സസ് ഇൻ എന്ത് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്, ബോഡി ഫോഴ്സ് ഇൻ എന്ത് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ, ബോഡി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തേനെയും ഇതേമാതിരി ഈക്വൽ ടു എന്ത് ഇക്വേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുക. എന്നാലേ ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഡോ എക്സ് ഓഫ് എന്താണ് ടോ എക്സ് വൈന് വൈ എക്സ് എന്നും പറയാം, പ്ലസ് എന്താണ് ഡോ വൈ ഓഫ് എന്താണ് സിഗ്മ വൈ പ്ലസ് ഡോ ഇസഡ് ഓഫ് എന്താണ് ടോ വൈ ഇസഡ് പ്ലസ് ബോഡി ഫോഴ്സസ് ഇൻ വൈ ഡയറക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഡോ ബോഡി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, പോട്ടെ. എക്സ് ഓഫ് അടുത്ത എന്തായിരിക്കും, ഈ ഒരു റോ ടോ ഇസഡ് എക്സ് പ്ലസ് ഡോ വൈ ഓഫ് ടോ ഇസഡ് വൈ പ്ലസ് ഡോ ഇസഡ് ഓഫ് സിഗ്മ ഇസഡ്
plus Bz which is equal to 0. But these three equations are known as the equilibrium equations. The equilibrium equations in ഒരു ഫോം ആ equilibrium equations സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന ഈ ഒരു സംഭവമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ equilibrium equations എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയേഴ്സ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചു. ഇനി ഇവിടെ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബൗണ്ടറി കണ്ടീഷൻ ഇത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അപ്പം ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന അതായത് ബോഡിക്കകത്തുള്ള ട്രാക്ഷൻ വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഡിഫൈൻഡ് ഫോർ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വിത്തിൻ ദ സോളിഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു സോളിഡ് ഉണ്ടെങ്കിൽ ആ സോളിഡിൻ്റെ ഈച്ച് ആൻഡ് എവറി ആ സോളിഡിനകത്തുള്ള ഓരോ പോയിന്റിലും നമുക്ക് ഈ എന്ത് അപ്ലൈ ചെയ്യാം? ഈ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗണ്ടറി അല്ലെങ്കിൽ സർഫസിലെ പോയിന്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇക്വേഷൻസ് നമ്മൾ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ വി ഹാവ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ സാറ്റിസ്ഫൈ ദ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പം ഒരു യുണീക്ക് സൊല്യൂഷൻ ഫോർ എ പർട്ടിക്കുലർ ഇലാസ്റ്റിറ്റി പ്രോബ്ലംസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ചൂസിങ് ദ വൺ ഫങ്ഷൻ ദാറ്റ് ഇസ് സാറ്റിസ്ഫൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. നമുക്കിപ്പം ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ നമുക്കവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണം. ഇപ്പോൾ നോക്കുക, ഇഫ് എഫ് കോമ എഫ് വൈ ആൻഡ് എഫ് ഇസഡ് ഇതെന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻ ആണെന്ന് വെക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോണൻസ് ഓഫ് externally applied traction. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് അപ്പം തന്നെ അറിയാം. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ? ഫോഴ്സ് പെർ ഏരിയ ആണെന്നുള്ളത് ഓർമ്മ വേണം. അതായത് എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ബി എക്സ് ബി വൈ വി ഇസഡ് പറഞ്ഞ പോലെ ഫോഴ്സ് പെർ ഏരിയ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ അർത്ഥം എന്താ? എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻ്റെ കമ്പോണൻസ് ആണ്. കമ്പോണൻസ് ഓഫ് എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശം ആക്ച്വലി എൻ്റെ ഒരു സംഭവം ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ട്രാക്ഷൻ പറയുന്നത് ഇതിനകത്തുണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ? പക്ഷേ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് നോർമലി എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇനി ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ട്രാക്ഷൻ്റെ എക്സ്റ്റേണലി അപ്ലൈഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റെസിസ്റ്റീവ് ഫോഴ്സിന് ഈക്വൽ ഓപ്പോസിറ്റ് ആണ് എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സസ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. നോർമലി നമ്മൾ എന്താണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്ന ഫോഴ്സസ് ആയിരിക്കും? അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സസ് ആയിരിക്കും. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ എക്സ്റ്റേണൽ അപ്ലൈഡ് ട്രാക്ഷനുമായിട്ട് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കണം. കാര്യം ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്? ട്രാക്ഷൻ വെക്ടർ കമ്പോണൻസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടേണ്ടിയത്. നമുക്കറിയാം ഈ നമ്മുടെ കോച്ചീസ് ഇക്വേഷൻ വെച്ചിട്ട് ടി എക്സ് ടി വൈ ടി ഇസഡ് എന്ന് പറയുന്ന സാധനങ്ങളാണ് നമ്മൾ ഇൻറ്റേർണലി അവിടെ അപ്ലൈ ചെയ്യുന്ന ട്രാക്ഷൻ കമ്പോണൻസ് ഫോർ ആൻ ആർബിട്രറി പ്ലെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? സ്ട്രെസ് കമ്പോണൻസ്, സ്ട്രെസ് സെൻസർ സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് ഇസഡ്, ടോ വൈ എക്സ്, സിഗ്മ വൈ വൈ, ടോ വൈ ഇസഡ്, ടോ ഇസഡ് എക്സ്, ടോ ഇസഡ് വൈ, സിഗ്മ ഇസഡ് ഇസഡിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്? എൻ എക്സ് എൻ വൈ എൻ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു സാധനം നമ്മൾ കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് ഷുഡ് മാച്ച് ദ എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻ ദാറ്റ് ഈസ് എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ഇൻറ്റേർണലി അപ്ലൈഡ് ട്രാക്ഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് എ സെറ്റ് ഓഫ് ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ദ എന്താണ്
ഇലാസ്റ്റിസിറ്റി പ്രോബ്ലംസ് ഫോർ എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻസ്. അത് എക്സ്റ്റേണലി അപ്ലൈഡ് ട്രാക്ഷൻസ് കമ്പോണൻസിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് വെച്ച് ട്രാക്ഷൻ കമ്പോണൻസ് ചെയ്തുവാണെങ്കിൽ ദ ഇക്വേഷൻസ് വിച്ച് സാറ്റിസ്ഫൈസ് എന്താണ് ഇലാസ്റ്റിസിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നതാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ടി എക്സിന് ഈക്വൽ ആവുന്ന പോലെ എഫ് എക്സിനും. എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡിൻ്റെ കേസിൽ എഴുതുന്ന ട്രാക്ഷൻ കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. അഥവാ ഇക്വേഷൻ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഈ 3 ഇക്വേഷൻസ് ആണ് പഠിച്ചതെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചതെങ്കിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 3 ഇക്വേഷൻസ്, അതായത് ഇതിൻ്റെ എന്താണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സിഗ്മ എക്സ് എക്സ് എൻ എക്സ് പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടോ എക്സ് വൈ എൻ വൈ പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടോ എക്സ് സെഡ് എൻ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എഫ് എക്സ്. ഇതൊരു ബൗണ്ടറി കണ്ടീഷനാണ്. ഇനി അടുത്ത് എന്താണ്, ടോ വൈ എക്സ് ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ എക്സ്. മറ്റേ മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, ഇത് ഈക്വൽ ടു ടി എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഈക്വൽ ടു നമ്മൾ എന്തും കൂടെ എഴുതുന്നു, പുറത്ത് എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിച്ചാൽ അതിന് ഈക്വലൻ്റ് ആവണം എന്നും കൂടെ എഴുതുന്നു, അത്രയേ ഉള്ളൂ. അടുത്ത എന്താണ്, സിഗ്മ വൈ വൈ ഇൻറ്റു ഇതും കൂടെ അല്ലേ, എൻ വൈ പ്ലസ് പിന്നെ ഇതും കൂടെ ടോ വൈ ഇസഡ് ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ട്രാക്ഷൻ കമ്പോണൻറ്റ് കറസ്പോണ്ടിങ് ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് വിച്ച് ഈസ് എഫ് വൈ. പിന്നെ എന്താണ്, ടോ ഇസഡ് എക്സ് പ്ലസ് എന്താണ്, ടോ ഇസഡ് വൈ പ്ലസ് എന്താണ്, സിഗ്മ ഇസഡ് ഇതെല്ലാം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എൻ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതെന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എൻ വൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതെന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എൻ ഇസഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഇസഡ്. ഈ 3 ഇക്വേഷൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ബൗണ്ടറി കണ്ടീഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഈ 3 സാധനങ്ങൾ ആലോചിക്കുക. ടെൻസറിൻ്റെ ഓരോ റോയും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ് ഇക്വൽ ടു 0 എന്ന് എഴുതുക. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഈ സാധനങ്ങൾ ഈ 3 സാധനങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഓർത്തിരിക്കുക. ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് നമ്മുടെ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ട്രാക്ഷൻ വെക്ടേഴ്സ് എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു നമ്മൾ ഇൻറ്റേർണലി റെസിസ്റ്റീവ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ കണ്ടുപിടിക്കുന്ന ട്രാക്ഷൻ കമ്പോണൻസിന് ഈക്വലൻ്റ് ആവണം. അത് അപ്പോഴേ ഒരു യുണീക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി എന്താണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള 3 ഇക്വേഷൻസ് ഇതാണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ 3 ഇതാണ്. അതെങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക് വന്നതും ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയെന്ന് വന്നതെന്നും അറിയാം. അല്ലെങ്കിൽ ഈ കാര്യം ഈ 6 എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, എങ്ങനെ എഴുതാമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സെൻവേരിയൻ പ്രിൻസിപ്പിളും യുണീക്നെസ് തിയറവും. യുണീക്നെസ് തിയറത്തിൻ്റെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡെറിവേഷൻ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സെൻവേരിയൻ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ആക്ച്വലി സെൻവേരിയൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സെൻവേരിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു എന്താണ് ഒരു ബോഡി, 2 ബോഡീസ് ഉണ്ടെന്ന് നോക്കുക, രണ്ടും സെയിം ബോഡിയാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു, പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഈ പി എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സിനെ ഞാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ എഫ് ആണ്, അവിടെ ഞാൻ ഒരു സ്ഥലത്ത് കൊടുക്കുക. എഫ് എന്ന് പറഞ്ഞാൽ പി ബൈ ഏരിയ ആണ് നോക്കുക എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഏരിയ എഫ് വെച്ചിട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ ഇവിടെ 20 കിലോമീറ്റർ ആണെങ്കിൽ ഇത് ഇപ്പോൾ ടോട്ടൽ ഏരിയ 10 ആണെങ്കിൽ 20/10 വെച്ചിട്ട് ഞാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ 2 സ്ഥലത്തും ലോഡിങ് വ്യത്യാസമാണ്. അപ്പോൾ ഇവിടുത്തെ ലോഡിങ് ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ലോഡിങ്ങാണ്, കോൺസെൻട്രേറ്റഡ് ലോഡാണ്. ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ലോഡാണ്, യൂണിഫോം ലോഡിങ് എന്ന് പറയണ്ട, യൂണിഫോം ട്രാക്ഷൻ ആണെന്ന് പറയാം, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, അതുകൊണ്ട് ട്രാക്ഷൻ എന്ന് പറയാം. അപ്പം ഇൻ ബോത്ത് കേസസ് ദ ടൈപ്പ് ഓഫ് ലോഡിങ് ഈസ് ഡിഫറെൻറ്റ്, ബട്ട് ദ നെറ്റ് ലോഡ് അപ്ലൈഡ് ഓൺ ദീസ് 2 കേസസ് ആർ എന്തുവാണ്, സെയിം, രണ്ടും സെയിം രീതിയിലാണ്. അപ്പോൾ ഈ സെൻവേനിയൻ പ്രിൻസിപ്പിൾ പറയുന്നത്, സെൻവേനിയൻ മെത്തേഡല്ല, നമ്മൾ ലാസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നതാണ്. ഈ സെൻവേനിയൻ പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്കിവിടെ ഓരോ പ്ലെയിൻ ഞാൻ ഓരോ ക്രോസ് സെക്ഷൻ എടുത്തു, എന്നിട്ട് ആ ഓരോ ക്രോസ് സെക്ഷനിലെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുക്കുകയാണെന്ന് നോക്കുക. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എവിടെ കൂടുതലാണ് എവിടെ കുറവാണെന്ന്. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കോൺസെൻട്രേറ്റഡ് ലോഡുള്ള സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്യും, ചിലപ്പം സ്ട്രെസ് അവിടെ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത്. പക്ഷേ എവേ ഫ്രം ദീസ് പോയിന്റ്, അതായത് ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എന്തെന്ന് വിളിക്കുന്നത്, ലോഡ് അല്ലേ. അതായത് ലോഡിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് എവേ പോകുമ്പോൾ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവിടെ എന്ത് ചെയ്യത്തില്ല,
ഉണ്ടാവത്തില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം, ഒന്ന് വരച്ചോട്ടെ. ഇപ്പോൾ ഇവിടുത്തെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയേ, ഇവിടെ എല്ലാം ഒരേപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വന്മേ അല്ലേ. പക്ഷേ ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെ തൊട്ടടുത്ത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ചെറിയൊരു വേരിയേഷൻ വന്നു. കാര്യം അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തു? ടൈപ്പ് ഓഫ് ലോഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തു. കാര്യം ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആയതുകൊണ്ട് അതിന് തൊട്ടടുത്ത് വരുന്ന, അതിനോട് ചേർന്ന് വരുന്ന ആ പോയിന്റിൽ ചെറിയ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു? വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ബട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവേ പോകുമ്പോഴത്തേക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ലോഡിങ്ങിനെ അത് ബാധിക്കുന്നില്ല. ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. കാരണം റെസിസ്റ്റൻസ് ബൈ ഏരിയ അല്ലേ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ സെൻവേൻ മെത്തേഡ് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഓഫ് ലോഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ബൈ എ സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് സിസ്റ്റം, അതായത് ലോഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഉണ്ടാവുന്ന ചേഞ്ച് ബൈ എ സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഈ സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഫോഴ്സ് തന്നെയാണ്. ഇവിടെയും നെറ്റ് ഫോഴ്സ് പി ആണ്, ഇവിടെ നെറ്റ് ഫോഴ്സ് പി ഈസ് ഈക്വൽ ടു എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ. എഫ് ഇൻറ്റു എ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? പി തന്നെ കിട്ടും. അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ. ദാറ്റ് മീൻസ് ദീസ് ടു സിസ്റ്റംസ് ആർ സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് ഓഫ് ഫോഴ്സസ് ഹാവിങ് സെയിം റിസൾട്ടൻറ്റ്. അതായത് സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് ആയിട്ട് സെയിം റിസൾട്ടൻ്റ് ഉള്ള ഒരു സിസ്റ്റം. അത് എന്തിൻ്റെ കേസിൽ? ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോഴും നെറ്റ് കപ്പിൾ കണ്ടുപിടിക്കുമ്പോഴും എന്തായിരിക്കണം? സെയിം റിസൾട്ടൻ്റ് ആയിരിക്കണം കിട്ടുന്നത്. on a small part of the surface of a body would give rise to localized changes in stress and strain only. അതായത് ആ ഒരു പോയിന്റിന് അടുത്ത് നിൽക്കുന്ന ലോക്കലൈസ്ഡ് ചേഞ്ചസ് മാത്രമേ സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഉണ്ടാക്കത്തുള്ളൂ. എന്ത്? ടൈപ്പ് ഓഫ് ലോഡിങ്. അതായത് ചേഞ്ച് ഓഫ് ലോഡിങ് ഡിസ്ട്രിബ്യൂഷൻ ഓൺലി കോസസ് ലോക്കലൈസ്ഡ് ചേഞ്ചസ് ടു എ ബോഡി when the loading conditions എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് ആണ്. ദാറ്റ് മീൻസ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് കപ്പിൾ ആർ ഈക്വൽ ഇൻ ബോത്ത് ടു കേസസ്. പിന്നെ എന്താണ്? സ്ട്രെയിൻ ഓൺലി ആൻഡ് സഫിഷ്യൻ്റ്ലി എവേ ഫ്രം ദിസ് ഏരിയ ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫീൽഡ് വിൽ നോട്ട് ബി അഫക്റ്റഡ്. അതായത് ആ ഒരു പോയിന്റിൽ നിന്ന് എവേ പോകുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യത്തില്ല? അഫക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ രണ്ടും ഒരേപോലെ തന്നെ ലോക്കലൈസ്ഡ് ചേഞ്ചസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എവേ ഫ്രം ദാറ്റ് ബോഡി ആ ലോക്കലൈസ്ഡ് ചേഞ്ചസ്, ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ എന്ത് അഫക്റ്റ് ചെയ്യത്തില്ല? സ്ട്രെസ്സും സ്ട്രെയിൻ ഫീൽഡ്സിനെ എന്ത് അഫക്റ്റ് ചെയ്യത്തില്ല? ആ ടൈപ്പ് ഓഫ് ലോഡിങ് അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് വായിച്ചാൽ ഇത് സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ച് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് വിട്ടുപോകരുത്. ചുമ്മാ കാണാൻ പഠിക്കാൻ നിന്നാൽ കാണാൻ പഠിച്ച പലതും ഇതിൻ്റെ അർത്ഥം മാറിപ്പോകും നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക്. അപ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കി ചെയ്യണം. സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഓഫ് ലോഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ബൈ എനി സ്റ്റാറ്റിക്കലി ഇക്വലൻ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഹാവിങ് സെയിം റിസൾട്ടൻ്റ് ഫോഴ്സ് ആൻഡ് കപ്പിൾ on a small part ഏറ്റവും ഇമ്പോർട്ടൻറ്റ് would give rise to localized changes in the stress and strain will only sufficiently away from this body, this point or this area. Stress and strain field will not be affected. ആ പോയിന്റിന് എവേ പോകുമ്പോഴത്തേക്ക് സ്ട്രെസ് ഫീൽഡോ സ്ട്രെയിൻ ഫീൽഡോ എന്ത് ചെയ്യത്തില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെൻവേനിയൻ പ്രിൻസിപ്പിൾ തിയറം പറയുന്നത്. സെക്കൻഡ് തിയറം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിക്ക്നെസ് തിയറം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെയാണ്. നമുക്ക് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷനും ഉണ്ട്, കണ്ടീഷൻസും ഉണ്ട്, ബൗണ്ടറി കണ്ടീഷൻസും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രെസ് ഫീൽഡ് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ, ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനെയാണ് യൂണിക്ക്നെസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എനി ഫിസിക്കൽ realistic elastic problems defined by a set of governing equations and a set of boundary conditions. Governing equationsum boundary conditionsum, അതായത് governing equations എന്ന് വെച്ചാൽ നമ്മൾ equilibrium equations ആണ്. should have only one solution. അവയ്ക്ക് എന്ത് കാണത്തുള്ളൂ? ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിന് പ്രൂഫായിട്ട് നമുക്ക് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഓഫ് എന്താണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ടെന്ന് നോക്കുക. ആ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഗിവൺ ബൈ എന്താണ് നമ്മൾ പറയും, വി അസ്യൂം ദാറ്റ് ദർ ആർ ടു സ്ട്രെസ് ടെൻസേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇത്ര മാത്രം ആലോചിക്കാം. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു സ്ട്രെസ് ടെൻസർ മാത്രമേ ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആ പോയിന്റ് കാണത്തുള്ളൂ എന്നുള്ളതാണ് യുണീക്നെസ് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം പി എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് നമുക്ക് പല പല സ്ട്രെസ് ടെൻസേഴ്സ് എഴുതാം. ഇത് പ്ലെയിൻസ് മാറ്റി. പക്ഷേ ഈ ബൗണ്ടറി കണ്ടീഷനും ഇക്വിലിബ്രിയം ഇക്വേഷനും അത് ഗവേണിംഗ് ഇക്വേഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ സ്ട്രെസ് ടെൻസർ ഫീൽഡേ കാണത്തുള്ളൂ. അതിന് നമ്മൾ യുണീക്നെസ് തിയറം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ രണ്ട് സ്ട്രെസ് ടെൻസർ ഫീൽഡുകൾ നമ്മളിവിടെ എടുക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് കൺസിഡർ എ സ്ട്രെസ് ടെൻസർ ഫീൽഡ് സിഗ്മ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് പറയുകയാണ് എന്താണ്, സിഗ്മ എക്സ് എക്സ് എന്താണ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ്.
tau yx sigma yy tau yz tau zx tau zy sigma zz. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് വെച്ചിട്ട് നമുക്ക് മൂന്ന് എന്തൊക്കെ എഴുതാം? ഗവേണിംഗ് ഇക്വേഷൻ, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതാം, ബൗണ്ടറി കണ്ടീഷൻസ് എഴുതാം. മൂന്ന് എന്താണ് ഗവേണിംഗ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഗിവൺ ബൈ equilibrium equations are given by നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ ഇത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് സിഗ്മ എക്സ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ് പ്ലസ് നമുക്ക് ബോഡി ഫോഴ്സും കൂടെ എഴുതാം അല്ലേ? ബി എക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ റോ എടുക്കുമ്പോഴത്തേക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ വൈ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് സിഗ്മ വൈ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ വൈ ഇസഡ് പ്ലസ് ബി വൈ വിച്ച് ഈസ് ഈക്വൽ ടു 0. മൂന്നാമത്തോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ ഇസഡ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ ഇസഡ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സിഗ്മ ഇസഡ് പ്ലസ് ബി ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ മൂന്ന് എന്തായി ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയി. ഇനി ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മൂന്ന് ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് എഴുതാലോ. എൻ എക്സ് എൻ വൈ എൻ ഇസഡ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് എൻ ക്യാപ്പ് എന്ന് അല്ലെങ്കിൽ മെട്രിക്സ് എൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു അത് ആ ഒരു പ്ലെയിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ എക്സ് എൻ വൈ എന്തുണ്ടെന്ന് നോക്കുക, എൻ ഇസഡ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ആ ഒരു പ്ലെയിനിൽ തന്നെ എഴുതുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി അപ്പം ആ എൻ എക്സ് എൻ വൈ ഇസഡ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന മൾട്ടിപ്ലൈഡ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എന്ന് എഴുതിയാൽ മതി അതല്ലേ? അപ്പോൾ എന്താണ് സിഗ്മ എക്സ് എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ എക്സ് ഇസഡ് ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ടോ എക്സ് വൈ അല്ലെങ്കിൽ വൈ എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ വൈ ഇസഡ് അല്ലെങ്കിൽ ഇസഡ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് വൈ. ഇതെങ്ങനെ എഴുതുന്ന അറിയാമല്ലോ, രണ്ടാമത്തെ റോ മൾട്ടിപ്ലൈ ചെയ്ത് ഈ സാധനം. അടുത്തെന്താ ടോ ഇസഡ് എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ടോ ഇസഡ് വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ ഇസഡ് ഇസഡ് ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇസഡ്. ഓക്കെ, ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങളായി. അപ്പോൾ ഇത് മൂന്ന് സെറ്റ് ഓഫ് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ഫ്രം ദ സെക്കൻഡ് സെറ്റ് ഓഫ് എന്താണ് സൊല്യൂഷൻ ഫീൽഡ് നമുക്ക് സെക്കൻഡ് സെറ്റ് ഓഫ് സ്ട്രെസ് ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു എപ്സിലോൺ എക്സ് എക്സ് ഇൻ ഡാഷ് എന്നെടുക്കുന്നു. എപ്സിലോൺ അല്ലോ സിഗ്മ എക്സ് എക്സ് ഡാഷ് എന്നെടുക്കുന്നു, ടോ എക്സ് വൈ ഡാഷ് എന്നെടുക്കുന്നു, ടോ എക്സ് വൈ എക്സ് ഇസഡ് ഡാഷ് എന്നെടുക്കുന്നു. ഓക്കെ, രണ്ടാമത്താകുമ്പം ടോ വൈ എക്സ് ഡാഷ് എന്നെടുക്കുന്നു, സിഗ്മ വൈ വൈ ഡാഷ് എന്നെടുക്കുന്നു, ടോ വൈ ഇസഡ് ഡാഷ്, ടോ ഇസഡ് എക്സ് ഡാഷ് എന്നെടുക്കുന്നു, ടോ ഇസഡ് വൈ ഡാഷ് എന്നെടുക്കുന്നു, സിഗ്മ ഇസഡ് ഇസഡ് ഡാഷ് എന്നെടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? സെയിം പ്ലെയിൻ ആയതുകൊണ്ട് പ്ലെയിൻ്റെ വ്യത്യാസമുണ്ട്. എൻ വൈ എൻ ഇസഡ് പ്ലെയിൻ വിത്ത് റെസ്പെക്ട് നമ്മൾ സ്ട്രെസ് സെൻസർ. അപ്പോൾ ഒരു പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ഒരു സ്ട്രെസ് സെൻസറേ ഉള്ളൂ ഈ ബൗണ്ടറി കണ്ടീഷനും ഇക്വിലിബ്രിയം ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്നുള്ളതാണ് യൂണിക്നെസ് തിയറം പറയുന്നത്, സെറ്റ് ഓഫ് ഓൺ സൊല്യൂഷൻ. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എന്തെഴുതണം? ഇതിൻ്റെയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസും എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇത് നമ്മൾ എഴുതിയില്ലല്ലേ, ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിക്കുകയാണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് സിഗ്മ എക്സ് എക്സ് ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ എക്സ് വൈ ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ് ഡാഷ് വിച്ച് ഈസ് പ്ലസ് ബി എക്സ്. ഏത് എക്സ് ഡയറക്ഷനുള്ള ബോഡി ഫോഴ്സ് അവിടെ മാറ്റമൊന്നുമില്ല, വിച്ച് ഈസ് ഇക്വൽ ടു 0. രണ്ടാമത്തെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ വൈ എക്സ് ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് സിഗ്മ വൈ വൈ ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ഇസഡ് ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0. മൂന്നാമത്തത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ ഇസഡ് ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ ഇസഡ് വൈ ഡാഷ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സിഗ്മ ഇസഡ് ഇസഡ് ഡാഷ് പ്ലസ് ബി ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത് വേണ്ട എന്താ?
the boundary conditions. Okay, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഫീൽഡിൽ ബൗണ്ടറി മാറത്തില്ലല്ലോ. എഫ് എക്സ് എഫ് വൈ ഇസഡ് തന്നെ ആയിരിക്കും എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, സിഗ്മ എക്സ് എക്സ് ഡാഷ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ടോ എക്സ് വൈ ഡാഷ് ഇൻറ്റു എൻ വൈ പ്ലസ് ടോ എക്സ് ഇസഡ് ഡാഷ് ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ്. ഓക്കെ, ഇനി അടുത്തെന്താണ് ടോ വൈ എക്സ് dash into nx plus sigma yy dash into ny plus tau yz dash into nz which is equal to fy. ഇതിനടുത്ത് എന്താണ് tau zx dash into nx plus tau zy dash into ny plus tau sigma zz dash into nz which is equal to fx fy fz. Okay, ഇനി നമുക്ക് ഈ രണ്ട് സ്ട്രെസ് ഫീൽഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. അതായത് സബ്സ്ട്രാക്റ്റിംഗ് ദ ഇക്വേഷൻസ്. ഏതൊക്കെ ഇക്വേഷൻസ്? ഇതെല്ലാം കൂടെ ഒറ്റ ഇക്വേഷൻ തന്നെ. ഇക്വേഷൻ 1 ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ്, ഇത് ഇക്വേഷൻ 2. അപ്പം സബ്സ്ട്രാക്റ്റിംഗ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് 1 and 2 കറസ്പോണ്ടിങ് ഇക്വേഷൻസ് വന്ന് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൈനസ് ഇത് ഒറ്റ ഇതിൽ എഴുതാമല്ലോ. ഇത് ഡോ ബൈ ഡോ എക്സ് ഓഫ് സിഗ്മ എക്സ് എക്സ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു, മൈനസ് സിഗ്മ എക്സ് എക്സ് ഡാഷ് പ്ലസ് പ്രശ്നമില്ലല്ലോ, ഇത് മൈനസ് ഇത്. അപ്പോൾ എന്തായി, ഡോ ബൈ ഡോ വൈ ഓഫ് ടോ എക്സ് വൈ മൈനസ് ടോ എക്സ് വൈ ഡാഷ് പ്ലസ് എന്താണ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് ഇല്ലാതെ അപ്പുറത്തുണ്ടല്ലോ, ടോ എക്സ് ഇസഡ് മൈനസ് ടോ എക്സ് ഇസഡ് ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ബി എക്സും 0 ആയിപ്പോയി, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ ആയല്ലോ. ഇത് ഒരു കൈൻഡ് ഓഫ് എന്താണ് ബൗണ്ടറി കണ്ടീഷനാണ്, സോറി ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. ബട്ട് വിത്തൗട്ട് അല്ലെങ്കിൽ ഈക്വൽ ബോഡി ഫോഴ്സസ് ഉള്ള കേസ് അല്ലേ. ബി എക്സും ഇവിടെ രണ്ടും ഈക്വൽ ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ട് കേസ് ബോഡി ഫോഴ്സ് ഈക്വലാണ്. എക്സ് ഡയറക്ഷനിൽ രണ്ട് സ്ട്രെസ് സെൻസർ നമ്മൾ എഴുതി, ബോഡി ഫോഴ്സസ് ഈക്വലായിട്ട് എടുത്താണ് നമ്മൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇത് എഗെയിൻ ഗിവ്സ് എ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ഇതിനാണ് ഇത് ഡിഫറൻസ് ഈക്വൽ ടു 0 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടും ഡിഫറൻസ് ഇല്ല എന്നല്ലേ. ആക്ച്വലി കണ്ടീഷൻ അങ്ങനെയല്ല പറയേണ്ടത്, എങ്കിൽ കൂടി നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. കാര്യം ഇത് രണ്ടും എന്തല്ല, വ്യത്യാസമല്ല, ഒന്നാണ്. കാര്യം മൈനസ് എടുത്തപ്പോഴത്തേക്ക് ഈക്വൽ ടു എന്ത് വന്നു, 0 എന്ന് വന്നോളൂ. ഇതൊന്നും ഒന്നാണ്. ഹെൻസ് the solution, there will be only one solution for sigma xx and sigma x dash എന്ന് പറയുന്നത്. ഫോർ ബൗണ്ടറി കണ്ടീഷൻ there will be one solution എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നു. അടുത്തതിലും നമ്മൾ one solution എന്ന് എഴുതുന്നു. അതാണ് എഴുതി വെക്കൽ മാത്രമേ ഉള്ളൂ, ഇതിൽ വലുതായിട്ട് ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്ത രണ്ടാമത്തെ വരുമ്പോൾ എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് ഡാഷ് ഇല്ലാതെ അപ്പുറത്തുണ്ടേ, അപ്പോൾ ടോ വൈ എക്സ് മൈനസ് ടോ വൈ എക്സ് ഡാഷ് പ്ലസ് അടുത്തെന്താണ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് അപ്പുറത്തുണ്ടാവേ സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ വൈ വൈ ഡാഷ് plus dou by dou z of tau is yz minus tau yz dash which is equal to 0. അടുത്തതോ dou by dou x of tau zx minus tau zx dash plus dou by dou y of എന്താണ് tau zy minus tau zy dash plus dou by dou z of എന്താണ് sigma zz minus sigma zz dash which is equal to 0. So actually the above set of equations shows that the difference of the two stress fields satisfy the equilibrium equation with 0 body forces. ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത് മൂന്നും കൂടെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അത് ബോഡി ഫോഴ്സസ് 0 ആവുന്ന രീതിയിൽ. പിന്നെ അടുത്ത നമ്മൾ ഇത് ഗവേണിംഗ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നാണ്. അതായത് ഈ ഒരു സ്ട്രെസ് ഫീൽഡും ഈക്വൽ ആണെങ്കിലേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താവത്തുള്ളൂ, പോസിബിൾ ആവത്തുള്ളൂ. കാര്യം ഡിഫറൻസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം ആക്ച്വലി അങ്ങനെ അല്ല കൺസെപ്റ്റ്, ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പം നിങ്ങളിപ്പം ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി, ഡിഫറൻസ് ഈക്വൽ ടു 0 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ് എന്നാലോചിക്കുക. അപ്പം അത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ കേസിൽ, ഇക്വിലിബ്രിയം ഇക്വേഷൻസിൻ്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. എന്ന് പറയുന്നത് ഇത് സെറ്റ് ഓഫ് എന്താണ് ഡിഫറൻസ് ഓഫ്, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഡിഫറൻസ് ഓഫ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, ഡിഫറൻസ് ഓഫ് ദ ടു എന്താണ് സ്ട്രെസ് ഫീൽഡ് സാറ്റിസ്ഫൈസ് ബൗണ്ടറി കണ്ടീഷൻ,
ഇത് എന്ത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ? ഇക്വിലിബ്രിയം ഇക്വേഷനെ അതെന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് രണ്ടും കൂടെ മൈനസ് എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ മൈനസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കുക, ഇത് രണ്ടുമല്ലോ ബൗണ്ടറി കണ്ടീഷൻ. ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ ഇതാണ് എന്താണ്? 3ഉം 4ഉം. Taking the difference of sets of equation 3 and 4, we will get sigma xx minus sigma xx dash എന്ന് പറഞ്ഞൂടെ. അപ്പോൾ sigma xx minus sigma xx dash into എന്താണ് nx പ്ലസ് അടുത്ത ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ടോ എക്സ് വൈ ഇൻറ്റു എക്സ് വൈ മൈനസ് ടോ എക്സ് വൈ ഡാഷ് ഇൻറ്റു എന്താണ് എൻ വൈ പ്ലസ് അടുത്ത മൂന്നാമത്തെ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ടോ എക്സ് ഇസഡ് മൈനസ് ടോ എക്സ് ഇസഡ് ഡാഷ് ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം വരും അല്ലേ. എഫ് എക്സ് മൈനസ് എഫ് എക്സ് 0, ഇത് രണ്ട് ഡിഫറൻസ് 0 എന്ന് ആലോചിച്ചാൽ മതി. അത് എന്തിൻ്റെ കേസിൽ? എൻ എക്സ് എൻ വൈ എൻ ഇസഡ് ഒരിക്കലും 0 ആവത്തില്ല. അപ്പോൾ ഡിഫറൻസ് 0 എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ് സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് എക്സ് ഡാഷ് എന്ന് പറയണ്ടേ? അത് നമ്മൾ എന്തിൻ്റെ കേസിൽ 3 സെറ്റിൽ നമ്മൾ എഴുതി പ്രൂവ് ചെയ്യാണ്. നമ്മളെന്താണ് ടോ എക്സ് വൈ മൈനസ് എന്താണ് ടോ എക്സ് വൈ ഡാഷ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ഇത് കുഴപ്പമില്ല കേട്ടോ, എക്സ് വൈ എന്നോ എൻ എക്സ് വൈ എക്സ് എന്നോ എഴുതാം, അതൊക്കെ അറിയാമല്ലോ, നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞു. സിഗ്മ വൈ വൈ അപ്പോൾ സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ വൈ വൈ ഡാഷ് ഇൻറ്റു എന്താണ് എൻ വൈ പ്ലസ് എന്തായിരിക്കും? ടോ വൈ എക്സ് വൈ ഇസഡ് ആയിരിക്കും അല്ലേ. ടോ വൈ ഇസഡ് മൈനസ് ടോ വൈ ഇസഡ് ഡാഷ് ഇൻറ്റു എൻ ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പം അടുത്ത എന്താണ്? ടോ ഇസഡ് എക്സ് മൈനസ് ടോ ഇസഡ് എക്സ് ഡാഷ് ഇൻറ്റു എന്തായിരിക്കും? എൻ എക്സ് പ്ലസ് ടോ ഇസഡ് വൈ മൈനസ് ടോ ഇസഡ് വൈ ഡാഷ് ഇൻറ്റു എന്താണ് എൻ വൈ പ്ലസ് ടോ ഇസഡ് മൈനസ് ടോ ഇസഡ് വരുമല്ലോ സിഗ്മ ഇസഡ് മൈനസ് സിഗ്മ ഇസഡ് ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ഇൻറ്റു എൻ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സെറ്റ് ഓഫ് എന്താണ് ബൗണ്ടറി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിലേ വരുന്നത്. അപ്പോൾ ഇത് 0 ആവണമെന്ന് പറഞ്ഞാൽ അതിനോട് ഈക്വൽ ആവണമെന്നുള്ള രീതിയാണ്. സോ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് the assumption of 2 stress field satisfying the set of equation is not correct. അപ്പം രണ്ട് സ്ട്രെസ് ഫീൽഡ് ഈ സെറ്റ് ഓഫ് ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനും ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള അസംഷൻ എന്താണ്? കറക്റ്റ് അല്ല. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൺലി വൺ സ്ട്രെസ് ഫീൽഡ് ആസ് എ സൊല്യൂഷൻ. ദർ വിൽ ബി ഡിഫറൻസ് 0 എന്ന് കിട്ടിയതുകൊണ്ട് ഹെൻസ് we can say that there will be only one stress field as the solution for the set of എന്താണ് equilibrium equation and ബൗണ്ടറി കണ്ടീഷൻ. ചുരുക്കി പറഞ്ഞ യൂണിക്നെസ് തിയറം എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷനും ഇക്വിലിബ്രിയം ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൺലി വൺ സ്ട്രെസ് ഫീൽഡ് മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തോളാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ